പുറപ്പാടാ? ആത്മഹത്യ ചെയ്യാനാ? മുഖം കഴുകാനാ വല്ലേ? എടാ അവള് ചാടി, അപ്പൊ ആത്മഹത്യ തന്നെ. രക്ഷപ്പെട്ടു. അങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടുമല്ലോ. അവള് ചത്ത വീരപ്പക്കുറിപ്പ് നമ്മളെ വെറുതെ വിടും. അപ്പൊ രക്ഷിക്കണം. അവളെ കാണുന്നില്ലല്ലോ. പുലിവാലാകൂ. നീ ചാട്. എനിക്ക് നീന്താൻ അറിയില്ല. എനിക്ക് നീന്താൻ അറിയില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നീന്താൻ അറിയുന്ന ആരെങ്കിലും ഞാൻ വിളിച്ചോണ്ട് വരാം. ഇനി ഒന്നും നോക്കാനില്ല. നിന്റെ കൈ പിടിച്ചേ. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. എന്നിട്ട് 1 2 3 എന്ന് ഞാൻ പറയും. അപ്പൊ ഒറ്റച്ചാട്ടം. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലൊന്നു വരുത്തും. ഒന്ന് നിർത്ത്. ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരുന്ന പിന്നെ ചാടേണ്ടി വരില്ല. 1 2 3. നമ്മുടെ ബസന്തി തന്നെയാണോടാ പോകുന്നത്? അവളാകെ മാറിപ്പോയി. ആള് മാറിയതൊന്നുമല്ല, ദേഹത്തുണ്ടായിരുന്ന ചെളി കഴുകി പോയപ്പോ ഒന്ന് വെളുത്ത് സുന്ദരിയായതാ. വെള്ളം കണ്ടിട്ട് കാലം കുറെ ആയി കാണേ. ഓ, ഈ പുഴയെ ചാടിയ ഇത്രയും സൗന്ദര്യം കിട്ടുമെങ്കിൽ ഞാനും ഒന്ന് ചാടിയേനെ. നീ വെറുതെ ചാടിപ്പോഴ ചീത്തയാക്കണ്ട. ഓ, ഇനിയിപ്പൊ ഇവിടെ എന്റെ പെങ്ങളാന്ന് പറഞ്ഞ ആരും വിശ്വസിക്കൂല. ഇനി ഇന്നു മുതൽ ഇത് നിന്റെ മാത്രം പെങ്ങള. കഴിഞ്ഞ ദിവസം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കോട്ടയം ഭാഗത്തെ സ്നേഹക്കൂട് എന്ന് പറയുന്ന ഓൾഡ് ഏജ് ഹോമിലെ അപ്പനമ്മമാരുടെ ഒരു ചെറിയ റീൽസാണ് നമ്മൾ ഈ കണ്ടത്. ഈ പറക്കം തെളിക എന്ന സിനിമയിലെ ആ ഒരു സീനിനെ അവരൊന്ന് റീക്രിയേറ്റ് ചെയ്ത് അവതരിപ്പിച്ചതാണ്. വളരെ മനോഹരമായിട്ടാണ് അവർ ആക്ട് ചെയ്ത് കാണിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പ്രായത്തിലും അവരവരുടെ സന്തോഷങ്ങളെ കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് മനസ്സ് തുറന്ന് ഇങ്ങനെ ഒരു ആക്ട് ചെയ്യാൻ വേണ്ടി കാണിച്ച ആ ഒരു 3 പേരുടെയും അല്ലെങ്കിൽ അതിന്റെ പിന്നാമ്പുറങ്ങളിൽ പണിയെടുത്ത എല്ലാവർക്കും എൻ്റെ വക അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും വക ഒരു ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്കതിലെ ആ 3 പേരുടെയും ആക്ടിങ് വളരെയധികം മനോഹരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിൽ എടുത്തു പറയേണ്ടത് ഹരിശ്രേഷോനെ അവതരിപ്പിച്ച ആ ഒരു ചേട്ടൻ്റെ ആക്ടിങ് വല്ലാത്തൊരു ഫീലാണ് തോന്നിയത്. എന്ത് തന്നെയായാലും ഈ ഒരു ടീമിന് അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിലും ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു മനസ്സ് കാണിച്ചതിന് again ഒരു ബിഗ് സല്യൂട്ട്.